Sorry, Mr. Srikumar. I'm a little late. It's all right. ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നല്ലേ? താങ്ക് ഗോഡ്. എന്തിനാ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞത്? അതിപ്പോ എങ്ങനെ പറയാ? എന്താ പ്രോബ്ലം? തെറ്റിദ്ധരിക്കരുത്. ഒരല്പം സെന്റിമെന്റലാണ്. ഞങ്ങൾ പോലീസുകാരല്ലേ, ഞങ്ങൾക്ക് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലല്ലോ. അതായത് മിസ്റ്റർ ശ്രീകുമാറിന്റെ വൈഫിന് ഇതിനുമ്പൊരു കല്യാണമെല്ലാം ഫിക്സ് ആയിരുന്നാണല്ലോ. ശ്രീകുമാറിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. കമ്മീഷനെ വിടുവിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ കല്യാണം നടക്കേണ്ടതായിരുന്നു. ഏത് കല്യാണം? അല്ല, രവിയും ശാലിനിയും തമ്മിലുള്ള പഴയ ബന്ധത്തെപ്പറ്റി പറയുകയായിരുന്നു. അല്ല, ആ ചാപ്റ്റർ കഴിഞ്ഞു. എന്നാലും അവൻ ജയിൽ ചാടി വന്ന നിലക്ക് എന്തെങ്കിലും സഹായത്തിന് ശാലിനിയുടെ അടുക്കൽ വന്നുകൂടായില്ല. വരണമെന്നില്ല. എന്നാലും മിസ്റ്റർ ശ്രീകുമാർ വൈഫിനെ ഒന്ന് വാങ്ങിച്ചു തന്നായി. അത് ഞാൻ ചെയ്യാം. വീട്ടിൽ വരണമെന്ന് കരുതിയതാ. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം അവിടെ വന്ന് എങ്ങനെ പറയാ? ഡോണ്ട് മിസ്റ്റേക്ക് മീ. അല്ല, മോൾ എങ്ങോട്ടാ? പനിയൊക്കെ മാറിയോ? സ്കൂളിലേക്കാ. ടീച്ചറും സ്കൂളിലേക്കായിരിക്കും. ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. അതും ഡ്യൂട്ടിയിൽ പെടുമോ? അല്ല, ഞങ്ങൾ പോലീസുകാർ പബ്ലിക് സർവീസ് ആണേ, അതാ. വേഗം കല്യാണം കഴിച്ചാൽ മതി, ലിസ്റ്റ് കൊടുക്കാൻ ആളുണ്ടാവും. എന്നാ പോട്ടെ. പോയിട്ട് ഒരു കേസ് പിടിക്കാറുണ്ട്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ. ശരി സാർ. ഓക്കെ സാർ, ഇന്നലെ ചോദിച്ച ഫയൽ. മോളുടെ അസുഖം മാറിയല്ലേ? ഇപ്പൊ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ? ഏത് മോള്? റാണി മോള്. എപ്പോ കണ്ടു? ഇപ്പോ. ഞാനിപ്പോ സംസാരിച്ചല്ലേ, ആ മിസ്സിന്റെ കൂടെയാ പോയത്. അവിടെ ഏതോ ഫംഗ്ഷനാന്ന് തോന്നുന്നു, ആനിവേഴ്സറി എന്തോ. ഹലോ ശാലിനി, ഞാനാണ്. മോളെ അവൻ സ്കൂളിൽ വിട്ടോ? വിട്ടു. ശരി, ഇതൊരു നല്ല ചാൻസാണ്. ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള ക്രോസ് റോഡിൽ കാത്തു നിൽക്കും. നീ എങ്ങനെയെങ്കിലും അവന്റെ കണ്ണു വെട്ടിച്ച് പുറത്തു ചാടണം. ബാക്കി ആരെയും ഞാൻ ഏറ്റു. വേഗം വരണം. ഓക്കെ? മോളെ ഡാഡി വന്നല്ലോ. ഡാഡി പോവാ? കറക്റ്റ് ടൈമിനാണല്ലോ മിസ്റ്റർ ശ്രീകുമാർ വന്നത്. താങ്ക് യു വെരി മച്ച്.
ചതിക്കാനായിരുന്നു ഭാവമല്ലേ? എന്റെ ചമം കാണാനുള്ള മോഹം അത്രയ്ക്കുണ്ടെങ്കിൽ അധികാരം നീ കാത്തിരിക്കേണ്ടി വരില്ല. കൊല്ലുന്നതിന്റെ ബഹുമാനം നിന്റെ ഭർത്താവിനെ എന്നെ കിട്ടുകയും ചെയ്യും. അതിനുള്ള സന്ദർഭം ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. പക്ഷേ എന്റെ ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം. അതിനു മുമ്പ് എന്നെ തടുക്കാൻ ശ്രമിച്ചാൽ ഡോണ്ട് ഫർഗെറ്റ് മൈ ഹാർട്ട് ഈസ് മേഡ് ഓഫ് സ്റ്റോൺസ്. റാണിമോളോടെ? റാണിമോൾ ഇവിടെ ഉണ്ട്. ദയവേത് നിങ്ങൾ എന്നോട് മത്സരിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളോട് എതിർക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്നെ സഹായിക്കാനായിരിക്കും. അല്ല, സഹായം തേടി വന്നവൻ. ഇതെന്താ സത്രമാണോ? നിന്നെ സഹായിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നീ എന്റെ മുമ്പിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. അല്പം കൂടി സമയം എനിക്ക് ആവശ്യമുണ്ട്. അങ്കിൾ പാവ മേടിച്ചോ? ഇല്ല മോളെ, പിന്നെ വാങ്ങിത്തരാം. രവി നിരപരാധിയാണ്. രവി ഒന്നും ചെയ്യരുത്, പ്ലീസ്. ഇല്ല. ഭർത്താവ് കൊലപാതകയാവുന്നത് കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടോ, കാമുകന്റെ ശവം കാണാനുള്ള കരുത്തില്ലാഞ്ഞിട്ടോ? മതിയുടെ ഈ നാടകം. ചേട്ടൻ വെറുതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതേടി, നിന്നെ കുറിച്ച് ഇത്ര നാൾ ധരിച്ചു വെച്ചതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. Will you please keep your bloody mouth shut? This is strictly a man and wife business, where the man doesn't like to encourage a third party interference. കാമുകന് സംസാരിക്കാൻ സമയം തരും. അതുവരെ ഭർത്താവ് എന്ന ലൈസൻസിന്റെ പ്രിവിലേജ് ഞാൻ അനുഭവിച്ചോട്ടെ. സത്യം പറയടി, എന്താണ് ഇതിന്റെ അർത്ഥം?
എന്താണ് ഈ വേഷം കെട്ടലൊക്കെ? ഭർത്താവിന്റെ ലൈസൻസിൽ ഭാര്യയെ തല്ലാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ കാമുകിയുടെ മുഖത്തെ വേദന കാണുമ്പോ സ്നേഹമുള്ള കാമുകന് സഹിക്കാൻ കഴിയുമെന്ന് വരില്ല. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് യു ആർ ഓണസ്റ്റ്. അനാവശ്യം പറയരുത്. പ്രവർത്തിക്കാം മലയാള റാസ്കൽ. നിനക്ക് വേണ്ട എന്റെ ഭാര്യയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ മാത്രം വിട്ടു കിട്ടിയാൽ മതി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഐ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്. ഇനിയും കൂടുതലൊന്നും അറിയണമെന്നില്ല. അതിനുള്ള ശക്തിയും എനിക്കില്ല. പ്ലീസ്. ഇനി അടിക്കരുത്. രവി, ഇത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. ദയവേത് ഇവിടെ ഒന്ന് പോകൂ പ്ലീസ്. കൊള്ളാം. വെരി ബ്യൂട്ടിഫുൾ വൈഫ്. ഏതായാലും കാമുകന്റെ മുന്നിൽ ഒരു സ്ഥാനം തന്നതിന് നന്ദി. ശാലിനി, ഇത്രയധികം മുഖംമൂടികൾ വലിച്ചു മാറ്റിയിട്ട് വേണം നിന്റെ ശരിയായ മുഖമെന്ന് കാണാനെന്ന് ഞാൻ കരുതിയില്ല. കണക്കുകൂട്ടലുകൾ തെറ്റാം. ബട്ട് there is a limit for everything. You have crossed it.